നാണം കെട്ട ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുന്ന ഇവളെയൊക്കെ വൈറലാക്കാതെ പിടിച്ചങ്ങ് എയറിലാക്കണം. ഇതുപോലെയുള്ളവൾമാർ കാരണം നല്ല സ്ത്രീകൾക്കും കൂടിയാണ് ചീത്തപ്പേര് കേൾക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന്. ഏതൊരു പാവപ്പെട്ടവൻ പോയിട്ട് അവളുടെ കെണിയിൽ വീഴുകയും ചെയ്തു. കൊറോണ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു, എന്നിട്ടും ചേച്ചി മുഖത്തു നിന്ന് മാസ്ക് ഊരിയിട്ടില്ല. പക്ഷെ കോമഡി അതൊന്നുമല്ല, ചേച്ചി ഈ വീഡിയോയിൽ മാത്രമേ മാസ്ക് ഇട്ടിട്ടുള്ളൂ. ചേച്ചിയുടെ അക്കൗണ്ടിലെ ബാക്കിയുള്ള ഒരു വീഡിയോസിലും ചേച്ചി മാസ്ക് ഇട്ടിട്ടില്ല. അതിനർത്ഥം ഇത് ഇവൾ കരുതിക്കൂട്ടി മനഃപൂർവ്വം റീച്ച് ഉണ്ടാക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇവൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല കാറിലും കയറി പോയാൽ പോരെ, എന്തിനീ KSRTCയിൽ കയറാൻ നിൽക്കണം? ഈ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് എന്ത് തേങ്ങ കിട്ടാനാണ്? ഞാനൊരു പെണ്ണാണ്, എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഒരു പ്രായമായ മനുഷ്യൻ അടുത്തിരിക്കുന്നു, ഇവൾ അയാളുടെ വീഡിയോ എടുക്കുന്നു. ഇപ്പം ഇതൊരു ട്രെൻഡാണല്ലോ. ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്താൽ പെട്ടെന്ന് വൈറലാകാം, പിന്നെ നാട്ടുകാരുടെ പ്രശംസയും പിടിച്ചു പറ്റാം. പിന്നീട് അങ്ങോട്ട് അക്കൗണ്ട് റീച്ച് ആകുന്നു, ഇന്റർവ്യൂ വിളിക്കുന്നു. പക്ഷെ ചേച്ചി ഉദ്ദേശിച്ചതൊന്നും ഇവിടെ നടന്നില്ല, പണി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ചേച്ചി, ഒരു കാര്യം പറയാം, ഇനി അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മോശം അവസ്ഥ ഉണ്ടായെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് വേണ്ടത്? വീഡിയോ എടുത്ത് തെളിവിന് കയ്യിൽ വെച്ച ശേഷം ആ സ്പോട്ടിൽ തന്നെ അയാളുടെ ചെവിക്കല്ല് നോക്കി ഒന്ന് പൊട്ടിക്കണം, എന്നിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതാണ് വേണ്ടത്. പക്ഷെ ചേച്ചിയുടെ ഉദ്ദേശം അതൊന്നുമല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ പുള്ളിയുടെ മുഖം മറച്ചു വെച്ചതും ചേച്ചി മാസ്ക് ധരിച്ചതും. എന്തായാലും ചേച്ചി ഉദ്ദേശിച്ചത് വൈറലാകാനാണ്. പക്ഷെ ചേച്ചി ഇപ്പോൾ ഉള്ളത് എയറിലാണ്.